ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ ഭദ്രകാളിയെയാണ് വരയ്ക്കുന്നത്. ഈ വീഡിയോയിൽ കാളിയുടെ സ്കെച്ചിങ്ങും പെയിന്റിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദിമ കാലഘട്ടങ്ങളിൽ ദ്രാവിഡ ഗോത്രങ്ങളുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് ഭദ്രകാളി. സൃഷ്ടിയുടെ അടിസ്ഥാനം സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദിമൂല ഭഗവതിയായ ആദിപരാശക്തിയുടെ പ്രതീകമായി കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം അതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ ഗോത്രജനത കാളിയെ പ്രകൃതിയായും ഊർവരതയായും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയായും കാർഷിക സമൃദ്ധിക്കായും യുദ്ധവിജയത്തിനായും ആരാധിച്ചിരുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കപ്പെടുന്നു. ഭാരതത്തിൽ എമ്പാടും മഹാകാളി ആരാധിക്കപ്പെടുന്നു. ഇത് പാർവതി ദേവിയുടെ കറുത്ത രൂപമായി ശൈവർ വിശ്വസിക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ പല പ്രാദേശികമായ പേരുകളിൽ കാളിയെ ആരാധിച്ചു വരുന്നു. മലയാളികളുടെ കുലദൈവം കൂടിയാണ് ഭദ്രകാളി. കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങൾ കാണാം. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ, രാത്രികാലത്തെ നിയന്ത്രിക്കുന്നവൾ, കാരുണ്യത്തിന്റെ ഭഗവതി എന്നൊക്കെ പല രീതിയിൽ വിശേഷിപ്പിച്ചു പോരുന്നു. ഭദ്രമായ കാലത്തെ നൽകുന്നവൾ, മംഗളമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം. കറുത്ത നിറത്തോടു കൂടിയ ഭഗവതി കരിങ്കാളി എന്നറിയപ്പെടുന്നു. കാളി പല ഭാവങ്ങളിൽ കാണപ്പെടുന്നു. ബാലഭദ്ര, ചാമുണ്ഡി, സുമുഖി കാളി തുടങ്ങിയവ ഉദാഹരണം. കേരളത്തിൽ ശ്രീകുറുമ്പ, തമിഴ്നാട്ടിൽ മാരിയമ്മൻ, ബംഗാളിൽ ഭവതാരിണി എന്നെല്ലാം അറിയപ്പെടുന്നതും കാളി തന്നെ. പൊതുവെ അവർണ വിഭാഗങ്ങളും പിന്നോക്ക സമുദായക്കാരുമാണ് ഭദ്രകാളിയെ കൂടുതലായി ആരാധിച്ചു പോരുന്നത്. ആയോധന കലകളുടെ ദൈവമായി കളരികളിലും കാളി പൂജ പതിവായിരുന്നു. അതിനാൽ കളരി പരമ്പര ദൈവമായും ഭദ്രകാളിയെ സങ്കല്പിച്ചു വരുന്നു. ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ഇല്ലെന്നാണ് സങ്കല്പം. വിശ്വാസികളായ ആർക്കും ആരാധിക്കാം. ഭക്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി സമർപ്പിക്കാം എന്നാണ് വിശ്വാസം. അബ്രാഹ്മണർ പൂജ നടത്തുന്ന ധാരാളം ഭദ്രകാളി ക്ഷേത്രങ്ങളും കുടുംബക്കാവുകളും ഇന്നും കേരളത്തിൽ കാണാം. വീടുകളിൽ മച്ചകത്തും മുകൾ നിലയിലും ധർമ്മദൈവമായി ഭഗവതിയെ കാണാം. തറവാട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഭഗവതിയെ പൂജിച്ചിരുന്നതായും പറയപ്പെടുന്നു. കാളികാ പുരാണം കാളിയെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന പൗരാണിക ഗ്രന്ഥമാണ്. കൂടാതെ ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, ശിവപുരാണം എന്നിവയിലും കാളിയുടെ വർണ്ണനകൾ കാണാവുന്നതാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയായ കാളി വീര്യത്തിന്റെയും കരുണയുടെയും മാതൃത്വത്തിന്റെയും ദൈവമായാണ് അറിയപ്പെടുന്നത്. ദേവി ഭാഗവതത്തിൽ ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി. ശിവപുരാണ പ്രകാരം ശിവന്റെ മഹാകാലൻ എന്ന അവതാരത്തിന്റെ ശക്തിയാണ് മഹാകാളി. ശക്തി പകർന്നു നൽകുന്ന ഭഗവതി സങ്കല്പമാണിത്. മരണഭയത്തെ ഒഴിവാക്കാൻ മഹാകാളിയെ ഭജിക്കണം. കൽപ്പാന്തത്തിൽ അഖില ബ്രഹ്മാണ്ടത്തെയും ഭഗവതി തന്നിൽ ലയിപ്പിക്കുന്നു. പുനഃസൃഷ്ടിയുടെയും ശക്തി കാളിയാണ്.
ശാന്തസ്വരൂപിണിയായും രൗദ്രസ്വരൂപിണിയായും കാളി വിരാജിക്കുന്നു. മഹാമാരികളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഭഗവതിയെ ആരാധിച്ചു കാണാറുണ്ട്. ക്ഷിപ്രപ്രസാദിയും ഇഷ്ടവരദായിനിയുമായ ഭദ്രകാളി ഭയം, ശത്രുപീഡ, രോഗം, ദാരിദ്ര്യം, പ്രകൃതി ദുരന്തം എന്നിവ പോലെയുള്ള ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നവളാണ് എന്നാണ് വിശ്വാസം. വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത്. പ്രകൃതിയെ കാളികയായി ഉപാസകർ സങ്കല്പിക്കുന്നു. ദശമഹാവിദ്യകൾ, സപ്തമാതാക്കൾ, നവദുർഗ എന്നിവരിൽ പ്രധാനിയായി കാളിയെ കണക്കാക്കുന്നു. കാളി സഹസ്രനാമത്തിൽ ഭഗവതിയെ കാലഭൈരവനായ ശിവന്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു. അതിനാൽ പാർവതിയും കാളിയും ഒന്ന് തന്നെ എന്നാണ് പറയപ്പെടുന്നത്. ബാലഭദ്ര, സുമുഖിക്കാളി, ഭുവനേശ്വരി തുടങ്ങിയവ ഭദ്രകാളിയുടെ സൗമ്യസുന്ദര ഭാവങ്ങളാണ്. ആദിശക്തി മഹാകാളി, ദാരികനെ വധിച്ച ഭദ്രകാളി, അഥർവബാണ ഭദ്രകാളി അഥവാ പൃഥ്വിങ്കിരി ദേവി, ഐശ്വര്യദായിനിയായ സുമുഖി കാളി, ചാമുണ്ടേശ്വരി, വരാഹി പഞ്ചമി, രാജസ, സാത്വിക എന്നിവ കാളിയുടെ പ്രധാന ഭാവങ്ങളാണ്. മഹാസരസ്വതിയും മഹാകാളിയും മഹാലക്ഷ്മിയും ഒന്ന് തന്നെ എന്ന് കരുതുന്നവരുണ്ട്. രാത്രി 12 മുതൽ പുലർച്ചെ 3 വരെയുള്ള സമയമാണ് ഭദ്രകാളിയാമം എന്നറിയപ്പെടുന്നത്. അജ്ഞാനത്തിന്റെ അന്ധകാരം ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവളാണ് കാളി എന്നാണ് താന്ത്രികർ വിശ്വസിക്കപ്പെടുന്നത്. ശ്രീകുറുമ്പക്കാവ്, പനയന്നാർക്കാവ്, മാടായിക്കാവ്, വള്ളിക്കാവ് എന്നിവിടങ്ങളിലൊക്കെ കാവുകളിൽ നിന്നാണ് ഭഗവതി ക്ഷേത്രങ്ങൾ ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ ആദ്യ കാളി ക്ഷേത്രവും ഭദ്രകാളിയുടെ മൂല കേന്ദ്രവുമായിട്ടാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്നു എന്നാണ് സങ്കല്പം. ഇതുപോലെ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി ഇരുത്തിയ അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയെ കാളിയോട് ഉപമിച്ചു കാണാറുണ്ട്. തോറ്റമ്പാട്ടിൽ കന്യാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണകി ഭദ്രകാളിയുടെ അവതാരമായി വർണ്ണിക്കപ്പെടുന്നു. ഭഗവതി പൂജയ്ക്ക് ജാതി വർണ്ണങ്ങൾ ബാധകമല്ലാത്തതിനാൽ പൊതുവെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട്. കുടുംബ ദൈവമായും ദേശദൈവമായും ഉപാസനാമൂർത്തിയായും ഇഷ്ടദൈവമായുമൊക്കെ ശ്രീഭദ്ര ആരാധിക്കപ്പെടുന്നു. കാളിദാസൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നിവർ അറിയപ്പെടുന്ന ഭദ്രകാളി ഉപാസകർ ആയിരുന്നു. പ്രാചീന കാലം മുതൽക്കേ നാഗാരാധനയ്ക്ക് അതീവ പ്രാധാന്യമുള്ള നാടാണ് ഇന്ത്യ. അതിന്റെ ഭാഗമായി ഭഗവതിയെ നാഗരൂപത്തിൽ നാഗകാളി, നാഗചാമുണ്ഡി തുടങ്ങിയ സങ്കല്പങ്ങളിലും ആരാധിച്ചു വരുന്നു. കടും പായസം, രക്തപുഷ്പാഞ്ജലി, പൂവൻ കോഴിയെ നടക്കി വയ്ക്കൽ, കോഴി നിവേദ്യം, മഞ്ഞൾ, കുരുമുളക്, തവിട്, ചെമ്പട്ട് എന്നിവ സമർപ്പിക്കൽ, അഭിഷേകം, ചെമ്പരത്തിമാല, തെച്ചിപ്പൂമാല, വേപ്പിലമാല, വാളും ചിലമ്പും സമർപ്പിക്കൽ, ഗുരുതി പൂജ, പൊങ്കാല എന്നിവയൊക്കെയാണ് ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകൾ. മുടിയേറ്റ്, പറണേറ്റ്, കെട്ടുകാഴ്ച, കളമെഴുത്തും പാട്ടും, തോറ്റംപാട്ട്, മാലപ്പുറം പാട്ട്, തെയ്യം, കോമരം തുള്ളൽ തുടങ്ങിയ കേരളീയ അനുഷ്ഠാനങ്ങൾ ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. ശാക്തേയർ ആദിപരാശക്തി, കർണാടകയിൽ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടി, തമിഴ്നാട്ടിൽ മാരിയമ്മൻ, മലയാളത്തിൽ ഭഗവതി, മലബാറിൽ ശ്രീകുരുമ്പ, മധ്യപ്രദേശിൽ ഉജ്ജയിനി മഹാകാളി, ബംഗാളിൽ ഭവതാരിണി, ആസാമിൽ കാമാഖ്യ എന്നും മഹാമായ, ഭൈരവി, രക്തേശ്വരി, രുദ്രമാല, വടക്കൻ ചൊവ്വ, കരിങ്കാളി, നീലകേശി, കുണ്ടലിനി, ഇച്ഛാശക്തി, പ്രകൃതി, കൊറ്റവൈ, ഊർവരത, ഭുവനേശ്വരി, കരിനീലി, മഹാശക്തി, ശ്രീഭദ്ര,
മംഗളാദേവി, വാർത്താളി, നരസിംഹി തുടങ്ങിയവയും ഭദ്രകാളിയുടെ വിവിധ ഭാവങ്ങളോ പേരുകളോ ആയി അറിയപ്പെടുന്നു. പരദേവതാ അമ്പലത്തിൽ രുദ്രമാല ഭഗവതി എന്നും പറയപ്പെടുന്നു. കാളി ആരാധനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി ദിവസങ്ങൾ. നവരാത്രിയുടെ 7ാം ദിവസത്തിൽ ഭഗവതിയെ പ്രത്യേകമായി കാലരാത്രി മാതാവ് അല്ലെങ്കിൽ കാളിയായി ആരാധിക്കപ്പെടുന്നു. ഭദ്രകാളി അജ്ഞാനത്തിനുമേൽ വിജയം നേടിയ ദിവസമാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. കാളിദാസന് അറിവ് പകർന്ന ഭഗവതി സന്നിധിയിൽ വിദ്യാരംഭം നടത്തുന്നത് ഐശ്വര്യമാണ് എന്ന് ശക്തി ഉപാസകർ കരുതുന്നു. നവരാത്രിയുടെ അതിദൈവമായി ആരാധിക്കുന്നത് കാളിയെയാണ്. കാളിയെ ആരാധിച്ചാൽ ഒട്ടും തന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടാകില്ല. ആരാധിക്കുന്നവനെ നിർവ്വാണ പദത്തിൽ ഭഗവതി എത്തിക്കുന്നു. ക്രിയാശക്തി ആയതിനാൽ പ്രവൃത്തി വിജയത്തിന് ഭഗവതിയെ ഭജിക്കണം. അതുകൊണ്ട് തന്നെയാണ് കാളി നവരാത്രിയുടെ അതിദൈവമാകുന്നത്. ഈ പെയിന്റിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ അതാത് സമയത്ത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവ വെള്ളം ചേർത്ത് ലൈറ്റ് ടോൺ വേണ്ട ഭാഗങ്ങളിൽ വളരെ നേർപ്പിച്ചും ഡാർക്ക് ടോൺ വേണ്ട ഭാഗങ്ങളിൽ അല്പം വെള്ളം ചേർത്തും ആണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ മുടിയുടെ നിറം റെഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിന്നീട് മുഖം ഗ്രേ കളർ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞതിന് ശേഷം മുഖത്തിന്റെ നിറവും മുടിയുടെ നിറവും ലയിച്ചു ചേരുന്നില്ലെന്ന് കണ്ടപ്പോൾ മുടിയുടെ നിറം ഗ്രേ കളർ ആക്കുകയായിരുന്നു. നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ മുടിക്ക് ആദ്യം ഗ്രേ കളർ അടിച്ച ശേഷം ബ്ലാക്ക് ഉപയോഗിച്ച് മുടി വരയ്ക്കുക. അതായത് മുടിയുടെ രേഖകൾ ബ്ലാക്ക് ആവണമെന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഭദ്രകാളിയുടെ പെയിന്റിംഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ പെയിന്റിംഗ് വരച്ചു നോക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.